ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ഫോർ എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കണ്ടെയ്ൻസ് എ ലീസ്റ്റ് എലമെൻറ്റ്. അതായിരുന്നു വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എടുക്കുകയാണെങ്കിൽ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ ഹോൾഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോൾ നമ്പേഴ്സിന് എന്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ 0നും 1നും ഇടയിൽ വേറെ ഇൻറ്റിജേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നും പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മളൊരു തിയറം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എസ് ഒരു പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റാണ്. അതിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ 1 ബിലോങ്സ് ടു എസ്സും, രണ്ടാമത്തെ കണ്ടീഷൻ ഇഫ് എനി ആർബിട്രറി കെ ബിലോങ്സ് ടു എസ് ആണെങ്കിൽ k+1 ബിലോങ്സ് ടു എസ്. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എസ് ഈക്വൽ ടു എൻ. അത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ കേസായിട്ട് ഞാനൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ ശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, let n not be a fixed integer and let s be a set of integers satisfying the following conditions. First condition, n not belongs to s. Second condition, if k is an arbitrary integer greater than or equal to n naught such that k belongs to s, then k+1 belongs to s. Then s contains all integers n greater than or equal to n naught. അതായത് മുൻപ് പറഞ്ഞതിൽ നിന്നും ഇവിടെ വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ പറഞ്ഞത് എസ് ബി എ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എസ് ബി എ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് അത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ അവിടെ 1 ബിലോങ്സ് ടു എസ്, 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. 1 ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞാൽ 1ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻറ്റിജേഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1ൽ നിന്നും സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് കെ ബിലോങ്സ് ടു എസ്, ദെൻ k+1. അപ്പോൾ 1 ഉണ്ടെങ്കിൽ 2, 2 ഉണ്ടെങ്കിൽ 3, 3 ഉണ്ടെങ്കിൽ 4. അങ്ങനെ ആകുമ്പോൾ 1 തൊട്ടുള്ള എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് n ആണ്. അതുകൊണ്ടാണ് എസ് ഈക്വൽ ടു n എന്ന് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെയുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഇവിടെ പറയുന്നത് എസ് എനി സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ ഒരു സെറ്റ്. ഓക്കെ, സോറി, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റല്ല, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് അങ്ങനെ പറയുന്നുള്ളൂ. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ് എസ് എന്ന് പറയുന്നത്. അതുപോലെ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് 1 ബിലോങ്സ് ടു എസ് എന്നല്ല, n നോട്ട് ബിലോങ്സ് ടു എസ്. അതായത് ഒരു ഫിക്സഡ് ഇൻറ്റീജർ n നോട്ട്, ഒരു n നോട്ടിൽ നിന്നാണ് ഇവിടെ സ്റ്റാർട്ടിങ്. അത് 1 ആവാം, 2 ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഒരു ഇൻറ്റീജർ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. n നോട്ട് ബിലോങ്സ് ടു എസ് ആണെങ്കിൽ ആ n നോട്ടിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു k ഉണ്ടെങ്കിൽ, ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറയുന്നത്, ഒരു k ഉണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് നമ്പർ k+1 ബിലോങ്സ് ടു എസ്. അങ്ങനെയാണെങ്കിൽ ഇവർ പ്രൂവ് ചെയ്തിട്ടുള്ള ഇതാണ് എസ് കണ്ടെയ്ൻസ് ഓൾ ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n നോട്ട്. അതായത് ഒരു ഫിക്സഡ് n നോട്ട് ഉണ്ടെങ്കിൽ, പിന്നെ അതുണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് നമ്പർ ഉണ്ടെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ n നോട്ട് മുതലുള്ള എല്ലാ ഇൻറ്റിജേഴ്സും എസ്സിലുണ്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ജനറൽ കേസല്ലേ. നേരത്തെ 1 മുതലാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇവിടെ അങ്ങനെ 1 എന്ന് പറയുന്നില്ല, n നോട്ട് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ n നോട്ട് മുതലുള്ള എല്ലാ ഇൻറ്റിജേഴ്സും എസ്സിലുണ്ട് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യുന്നു. സപ്പോസ് നോട്ട്, അതായത് എസ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് ഓൾ ഇൻറ്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n നോട്ട്. കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇൻറ്റീജേഴ്സ് ഉണ്ട്, അതിൽ n നോട്ടിനേക്കാളും മേലെയുള്ളത് മാത്രമാണ് എന്തിലുള്ളത്? എസ്സിലുള്ളത്. അപ്പോൾ n നോട്ടിനേക്കാളും മേലെ എസ്സിലില്ലാത്ത കുറച്ച് എലമെൻസും ഉണ്ടാവാമല്ലോ അല്ലേ? അങ്ങനെയുള്ളൊരു സെറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് എസ് ഡാഷ്. അങ്ങനെ ഒരെണ്ണം കൺസ്ട്രക്ട് ചെയ്തു. അതായത് എസ് ഡാഷ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ n ബിലോങ്സ് ടു ഇസഡ്, അതായത് ഇൻറ്റിജേഴ്സിൻ്റെ ഒരു കളക്ഷൻ. അതിനൊരു റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n നോട്ട്. അതായത് ഈക്വൽ ടു എന്ന് പറയണ്ട, കാരണം എന്താ വെച്ചാൽ എസ്സിലുള്ളതൊന്നും എസ് ഡാഷിലില്ല. അതുകൊണ്ട് n ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാലും മതി. n ഗ്രേറ്റർ ദാൻ n നോട്ട് ആൻഡ് ദാറ്റ് n ഡസ് നോട്ട് ബിലോങ്സ് ടു എസ്. അതായത് n നോട്ടിൻ്റെ താഴെയുള്ള കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, n നോട്ടിൻ്റെ മേലെയുള്ള കേസുകൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എസ്സിലില്ലാത്ത n നോട്ടിനേക്കാളും വലിയ ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷനാണ് എസ് ഡാഷ് എന്ന് എടുക്കുന്നത്. അപ്പോൾ എസ് ഡാഷ് എന്തായാലും നോൺ എംപ്റ്റി ആണ്. കാരണം നമ്മുടെ അസംഷൻ എന്താണ്? എസ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓൾ ഇൻറ്റിജേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കുറച്ച് ഇൻറ്റിജേഴ്സ് എസ് ഡാഷിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എസ് ഡാഷ് എന്തല്ല? എംപ്റ്റി അല്ല. അപ്പോൾ നമുക്ക് വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പ്രകാരം എന്ത് പറയാം? ഒരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ്
പോസിറ്റീവ് അപ്പോൾ ഇവിടെ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ട്, N0 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, N0 മുതലുള്ളത് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു സെറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, N0 മുതലാണ് തുടങ്ങുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പ്രകാരം അതിനൊരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതിന്? എസ് ഡാഷിന്. ഓക്കെ, ഏതിനുണ്ടെന്നാണ് പറയുന്നത്? എസ് ഡാഷിന് ഒരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടായിരിക്കും. ആ ലീസ്റ്റ് എലമെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? എൽ എന്ന് വിളിക്കാം. ഓക്കെ, എസ് ഡാഷിനെ നമുക്ക് ഒരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ട്, അതിനെ നമുക്ക് എൽ എന്ന് വിളിക്കാം. ഓക്കെ, ആ എൽ എന്ന് പറയുന്നത് എന്തായാലും N0 ഗ്രേറ്റർ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ N0 മേലെയുള്ള ഇൻറ്റിജേഴ്സ് മാത്രമാണ് എസ്സിലും എസ് ഡാഷിലും എടുത്തിട്ടുള്ളത്. N0 ഓൾറെഡി എവിടുത്തെ എലമെൻ്റാണ്? എസ്സിലെ എലമെൻ്റാണ്. അപ്പോൾ പിന്നെ എന്തായാലും അതിൻ്റെ നെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വരുന്ന വേറെ എവിടെ വരുന്ന എലമെൻ്റ് ആയാലും N0 വലുതായിരിക്കും. അതുകൊണ്ട് എൽ എന്തായാലും N0 വലുതായിരിക്കും നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് എൽ ഈസ് ഗ്രേറ്റർ ദാൻ N0. അങ്ങനെയാണെങ്കിൽ L-1 എന്നുള്ളത് എസ് ഡാഷിൽ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാണ് എസ് ഡാഷിലെ ലീസ്റ്റ് എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിന്നിലെ ഇൻറ്റീജർ ഒരിക്കലും എവിടെ വരില്ല? എസ് ഡാഷിൽ വരില്ല. ഓക്കെ, L-1 ഡസ് നോട്ട് ബിലോങ്സ് ടു എസ്. എസ് ഡാഷിലില്ലാത്തതൊക്കെ എവിടെയാണ് ഉണ്ടാവുക? എസ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ L-1 എവിടുത്തെ എലമെൻ്റാണ്? എസ്സിലെ എലമെൻ്റാണ്. അപ്പോൾ കണ്ടീഷൻ 2 പറയുന്നത് എന്താ? ഏതൊരു ആർബിട്രറി കെ എസ്സിലുണ്ടെങ്കിലും അതിൻ്റെ നെക്സ്റ്റ് എലമെൻറ്റ് എസ്സിലും ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ L-1 എസ്സിലുണ്ടെങ്കിൽ L-1 + 1 എന്ന് എവിടെ ഉണ്ടായിരിക്കും? എസ്സിലുണ്ടായിരിക്കും. അതായത് L-1 + 1 എന്ന് പറയുന്നത് എന്താണ്? എൽ തന്നെയാണ്. ഓക്കെ, എൽ എസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടി. കാരണം നമ്മൾ എൽ എന്നുള്ളത് എസ് ഡാഷിലെ ലീസ്റ്റ് എലമെൻ്റ് ആണെന്നാണ് എടുത്തത്. അതൊരിക്കലും എസ്സിൽ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ ചെയ്തു വന്നപ്പോൾ എൽ എസ്സിലെ എലമെൻ്റ് ആണെന്ന് കിട്ടി. ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ കിട്ടിയത്? നമ്മുടെ അസംഷൻ റോങ് ആയിരുന്നു. അതായത് നമ്മുടെ അസംഷൻ എസ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓൾ ഇൻറ്റിജേഴ്സ് ആയിരുന്നു. അസംഷൻ റോങ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വിചാരിക്കണം? എസ് കണ്ടെയ്ൻസ് ഓൾ ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N0. ഓക്കെ, അതാണ് അതിൻ്റെ പ്രൂഫ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മളെപ്പോഴും ഇൻഡക്ഷൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഇത്രയേ പറയുന്നുള്ളൂ. N0 എന്നുള്ളത് ഒരു ഫിക്സഡ് ഇൻറ്റിജർ ആണ്. എസ് എന്നുള്ളത് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് സാറ്റിസ്ഫൈയിങ് ദീസ് 2 കണ്ടീഷൻ. N0 ബിലോങ്സ് ടു എസ് ആണ്. അതുപോലെ തന്നെ ഇഫ് കെ ഈസ് എൻ ആർബിട്രറി ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N0 സച്ച് ദാറ്റ് കെ ബിലോങ്സ് ടു എസ് ദെൻ k+1 ബിലോങ്സ് ടു എസ്. അങ്ങനെയാണെങ്കിൽ എസ് കണ്ടെയ്ൻസ് ഓൾ ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N0. അപ്പോൾ ഈ ഒരു തിയറം വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കി നോക്കാം. തിയറം 1.6 പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. തിയറം പറയുന്നത് ഇതാണ്: ലെറ്റ് P of n ബി എ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, P of n ബി എ സ്റ്റേറ്റ്മെൻറ്റ് സാറ്റിസ്ഫൈയിങ് ഫോളോയിങ് കണ്ടീഷൻസ് വേർ n ബിലോങ്സ് ടു സെറ്റ്. P of n-ലെ n എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്. അത് ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കണ്ടീഷൻ, P of n0 ഈസ് ട്രൂ ഫോർ സം ഇൻറ്റീജർ n0. P of n0 ഈസ് ട്രൂ ഫോർ സം ഇൻറ്റീജർ n0. സെക്കൻഡ് കണ്ടീഷൻ, ഇഫ് P of k ഈസ് ട്രൂ ഫോർ ആൻ ആർബിട്രറി ഇൻറ്റീജർ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 then P of k+1 ഈസ് ഓൾസോ ട്രൂ. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്: P of n ഈസ് ട്രൂ ഫോർ എവറി ഇൻറ്റീജർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. അതായത് നേരത്തെ പറഞ്ഞ 1.5ൻ്റെ തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റി പറഞ്ഞതാണിത്. അപ്പോൾ എന്താണ് അവിടുത്തെ വ്യത്യാസം എന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യണം. അതായത് എസ് എന്നുള്ളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യണം. സെറ്റ് ഓഫ് ഓൾ n ബിലോങ്സ് ടു സെറ്റ് സച്ച് ദാറ്റ് n greater than or equal to n0 for which P of n is true. അതായത് P of n ട്രൂ ആയിട്ടുള്ള n-കളുടെ ഒരു കളക്ഷൻ. എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സാണ്. ഇൻറ്റീജേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് എസ് എന്ന് പറയുന്നത്. ആ ഇൻറ്റീജേഴ്സിൽ n-ൽ P of n ട്രൂ ആയിട്ട് വരുന്ന ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷനാണ് എസ്സിൽ എടുക്കുന്നത്. ഒരു കണ്ടീഷനും കൂടിയുണ്ട്, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. ആ ഒരു ഫിക്സഡ് നമ്പറിന് ശേഷമുള്ള n-കൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ.
ഓക്കെ, n0 എന്നുള്ള ഒരു ഫിക്സഡ് നമ്പറിന് ശേഷമുള്ള കുറച്ച് ഇൻറ്റിജേഴ്സ് എടുക്കുന്നു. ആ ഇൻറ്റിജേഴ്സിനെല്ലാം P(n) ട്രൂ ആണ്. അങ്ങനെയാണ് നമ്മൾ ആ സെറ്റ് എസ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസിനെ ഒന്ന് മാറ്റി പറയാൻ പോവാണ്. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നുണ്ട് n0ന് P(n0) ട്രൂ ആണെങ്കിൽ n0 എസ്സിലുണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് ഫോർ സം n0, ഏതെങ്കിലും ഒരു n0ന് P(n0) ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ പറയുന്നത് എസ് പറയുന്നത് എന്താ, P(n) ട്രൂ ആണെങ്കിൽ n എസ്സിലുണ്ട്. P(n) ട്രൂ ആണെങ്കിൽ n എന്ന് പറയുന്നത് എവിടെയുണ്ട്, എസ്സിലെ എലമെൻ്റാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്, P(n0) ട്രൂ ആണെന്ന്. ഫോർ സം n0 P(n0) ട്രൂ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, n0 എവിടെയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, എസ്സിലുണ്ടെന്ന് പറയാൻ പറ്റും. P(n) ട്രൂ ആണെങ്കിൽ n എസ്സിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞാൽ P(n0) ട്രൂ ആണെന്നാണ്. P(n0) ട്രൂ ആണെങ്കിൽ n0 എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും, എസ്സിലെ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് കണ്ടീഷനെ നമ്മളൊന്ന് മാറ്റി പറഞ്ഞു. P(n0) ഈസ് ട്രൂ എന്നുള്ളത് മാറ്റി പറഞ്ഞ് എന്താക്കി, അതിനെ n0 ബിലോങ്സ് ടു എസ് എന്നാക്കി മാറ്റി. ആ എസ് ഡിഫൈൻ ചെയ്തതനുസരിച്ചിട്ടാണ് നമുക്കിത് പറയാൻ പറ്റിയത്. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുന്നത്, ഇഫ് P(k) ഈസ് ട്രൂ, P(k) ട്രൂ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ P(k) ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ എന്താ, കെ എന്നുള്ളത് എവിടെ ഉണ്ടായിരിക്കും, എസ്സിലുണ്ടായിരിക്കും. അതായത് ഇഫ് P(k) ഈസ് ട്രൂന് കറസ്പോണ്ടിങ് ആയിട്ട് ഇഫ് k ബിലോങ്സ് ടു എസ് എന്ന് നമുക്ക് വായിക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ദെൻ P(k+1) ഈസ് ട്രൂ. അതിനെ എങ്ങനെ വായിക്കാം, P(k+1) ട്രൂ ആണെന്നുള്ളതിനെ എങ്ങനെ വായിക്കാം, k+1 ബിലോങ്സ് ടു എസ്. ഓക്കെ, ആ കെയും എടുക്കുന്നത് എങ്ങനെയാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 മുതലുള്ള വാല്യൂസാണ് എടുക്കുന്നത്. അതായത് ഇതിൻ്റെ കണ്ടീഷൻസ് ഇപ്പോൾ തൊട്ട് മുമ്പിൽ നമ്മൾ പ്രൂവ് ചെയ്ത 1.5ൻ്റെ അതേ സെയിം കണ്ടീഷൻസ് ആയിട്ട് വന്നു. ഓക്കെ, അതായത് ഫസ്റ്റ് കണ്ടീഷൻ എങ്ങനെ മാറി, P(n0) ട്രൂ ആണെന്ന് പറഞ്ഞാൽ n0 ബിലോങ്സ് ടു എസ് എന്നായി. സെക്കൻഡ് കണ്ടീഷൻ ഇഫ് P(k) ഈസ് ട്രൂ ദെൻ P(k+1) ഈസ് ട്രൂ എന്നുള്ളത് എങ്ങനെ മാറ്റി എഴുതാം, ഇഫ് k ബിലോങ്സ് ടു എസ് ദെൻ k+1 ബിലോങ്സ് ടു എസ്. അങ്ങനെ മാറ്റി വായിക്കാം. അത് എസ് ഡിഫൈൻ ചെയ്തതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റിയത്. ഇത് രണ്ടും എന്തിൻ്റെ കണ്ടീഷൻസാണ്, തൊട്ട് മുമ്പിൽ പ്രൂവ് ചെയ്ത 1.5ൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ 1.5 അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം, എസ് കണ്ടെയ്ൻസ് ഓൾ ഇൻറ്റിജേഴ്സ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം, എസ് എന്നിനെ കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് P(n) ട്രൂ ആണ്. അപ്പോൾ n0ന് ശേഷമുള്ള എല്ലാ ഇൻറ്റിജേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, P(n) ഈസ് ട്രൂ ഫോർ ഓൾ ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. n0ന് ശേഷമുള്ള എല്ലാ n-കളും എസ്സിലുണ്ടെങ്കിൽ n0ന് ശേഷമുള്ള എല്ലാ n-കൾക്കും P(n) ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ അതന്നെയല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള P(n) ഈസ് ട്രൂ ഫോർ എവരി ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. അപ്പോൾ അതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എക്സാമിന് ചോദിക്കുമ്പോൾ എന്താ എഴുതേണ്ടത് വെച്ചാൽ ഈ തിയറം എഴുതുന്നതിനൊപ്പം തന്നെ 1.5 കൂടി പ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നാലാണ് ഇതിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇതാണ് പ്രിൻസിപ്പൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് പറയുന്നതിന് നമുക്ക് ഇതിൻ്റെ ഓരോ കണ്ടീഷൻസിനെയും നമുക്ക് 1.5ൻ്റെ കണ്ടീഷൻസ് ആയിട്ട് മാറ്റി എഴുതാം. എങ്ങനെ, എസ് ഡിഫൈൻ ചെയ്യാൻ മറക്കരുത്. എസ് ഇതുപോലെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുപോലെ മാറ്റി പറയാം. 1.5 അനുസരിച്ച് നമുക്കിത് പ്രൂവ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് അത് ഫോളോ ചെയ്യുന്നു. അതിന് വീണ്ടും എഴുതേണ്ട 1.5ൻ്റെ പ്രൂഫാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അതായത് ഇതിൽ നമ്മൾ പറയുന്നത് മെയിനായിട്ട് 2 സ്റ്റെപ്പുകളാണ്. ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് P(n0) ഈസ് ട്രൂ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. ആദ്യം ഒരു ഫിക്സഡ് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ ഫിക്സഡ് നമ്പർ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വെരിഫൈ ദാറ്റ് P(n0) ഈസ് ട്രൂ. രണ്ടാമത്തെയാണ് ഇൻഡക്ഷൻ സ്റ്റെപ്പ്. അതിൽ പറയുന്നത് എസ്യൂം P(k) ഈസ് ട്രൂ. ഏതെങ്കിലും ഒരു kക്ക് ട്രൂ ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് നമ്പർ ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഫോർ എൻ ആർബിട്രറി ഇൻറ്റിജർ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 ദെൻ വെരിഫൈ ദാറ്റ് P(k+1) ഈസ് ഓൾസോ ട്രൂ. അപ്പോൾ ഈ 2 സ്റ്റെപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഒരു ഫിക്സഡ് നമ്പറിന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ നമ്മൾ ആർബിട്രറി kക്ക് പ്രൂവ് ചെയ്താൽ അതിൻ്റെ നെക്സ്റ്റ് നമ്പറിന് അസ്യൂം ചെയ്താൽ, ഏതെങ്കിലും ഒരു kക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്താൽ അതിൻ്റെ നെക്സ്റ്റ് നമ്പറായ k+1ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ 2 സ്റ്റെപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേതെങ്കിലും ഒരു സ്റ്റെപ്പ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ ബേസിക് സ്റ്റെപ്പ് തെറ്റിയാലോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റെപ്പ് തെറ്റിയാലോ നമുക്ക് ഈ റിസൾട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം.
പ്രൂവ് ദാറ്റ് 1 plus 2 plus etc plus n equal to n into n plus 1 by 2 for every positive integer n. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ്. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആണ് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഇൻഡക്ഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ ഇൻഡക്ഷൻ മെത്തേഡിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഒരു ബേസിക് സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് എടുക്കാം. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, 1 plus 2 plus etc n ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ആദ്യം ഡിഫൈൻ ചെയ്യാം. ലെറ്റ് പി ഓഫ് എൻ ബി ദ സ്റ്റേറ്റ്മെൻറ്റ് 1 plus 2 plus etc n ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. അത് സമേഷനായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, സിഗ്മ i വാരീസ് ഫ്രം 1 to n i ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമ്മുടെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു ഫിക്സഡ് നമ്പറിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഫിക്സഡ് നമ്പർ സ്റ്റാർട്ട് ചെയ്യണത് n നോട്ട് ഈക്വൽ ടു 1. നമ്മൾ ഈ കേസിൽ 1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 1ന് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. n നോട്ട് ഇവിടെ ചൂസ് ചെയ്യുന്നത് 1 ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ വെരിഫൈ ദാറ്റ് പി ഓഫ് n നോട്ട് ഈസ് ട്രൂ, ദാറ്റ് മീൻസ് പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, പി ഓഫ് 1 എങ്ങനെയാണ് നമ്മൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതിന് പി ഓഫ് 1 ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് LHS എന്താ വരിക, സിഗ്മ i വാരീസ് ഫ്രം 1 to n i എന്നുള്ളതാണ് അതിൻ്റെ LHS. അതിൽ ഒരു നമ്പറേ വരുന്നുള്ളൂ അല്ലേ, ഒരു നമ്പർ, ഒരൊറ്റ നമ്പർ, ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇൻറ്റീജർ എന്താ 1, അത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ LHS എന്താ വരിക, സം ഓഫ് ഫസ്റ്റ് 1 നാച്ചുറൽ നമ്പർ. ആദ്യത്തെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ LHS എന്താ വരിക, 1 എന്ന് മാത്രമാണ് വരിക. റൈറ്റ് സൈഡ് എന്താ വരിക, n ഇൻറ്റു n പ്ലസ് 1 ബൈ 2ൽ n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, 1 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ബൈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1 എന്ന് കിട്ടും. അപ്പോൾ LHSും RHSും ഈക്വലായി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പി ഓഫ് 1 ഈസ് ട്രൂ. അതായത് നമ്മളൊരു ഫിക്സഡ് നമ്പറിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഏതെങ്കിലും ഒരു ആർബിട്രറി കെയ്ക്ക് ഇത് ട്രൂ ആണെങ്കിൽ k പ്ലസ് 1ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ലെറ്റ് k ബി ആൻ ആർബിട്രറി പോസിറ്റീവ് ഇൻറ്റിജർ, എസ്യൂം പി ഓഫ് k ഈസ് ട്രൂ. നമ്മൾ എടുക്കുന്നത് പി ഓഫ് k ട്രൂ ആണെന്നാണ്. ഓക്കെ, പി ഓഫ് k ട്രൂ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, പി ഓഫ് k ട്രൂ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ i വാരീസ് ഫ്രം 1 to k i ഈക്വൽ ടു k ഇൻറ്റു k പ്ലസ് 1 ബൈ 2. പി ഓഫ് k ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, സിഗ്മ, നമ്മൾ അസ്യൂം ചെയ്തു അത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുക, അപ്പോൾ ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യും. സിഗ്മ i വാരീസ് ഫ്രം 1 to k i ഈക്വൽ ടു k ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഈ റിസൾട്ട് വെച്ച് നമുക്ക് k പ്ലസ് 1ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് പി ഓഫ് k പ്ലസ് 1 ഈക്വൽ ടു, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, സിഗ്മ i വാരീസ് ഫ്രം 1 to k പ്ലസ് 1 i ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്, സിഗ്മ i വാരീസ് ഫ്രം 1 to k പ്ലസ് 1 i ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആദ്യം എടുക്കും, അത് റൈറ്റ് സൈഡിനോട് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ലെഫ്റ്റ് സൈഡ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, LHS ഈക്വൽ ടു സിഗ്മ i വാരീസ് ഫ്രം 1 to k പ്ലസ് 1 i ഈക്വൽ ടു, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ആദ്യത്തെ k പ്ലസ് 1 ഇൻറ്റിജേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ k ഇൻറ്റിജേഴ്സിൻ്റെ സമ്മിൻ്റെ കൂടെ k പ്ലസ് 1th ടേമും കൂടി കൂട്ടിയതല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ i വാരീസ് ഫ്രം 1 to k i പ്ലസ് k പ്ലസ് 1, അതായത് ആദ്യത്തെ k ഇൻറ്റിജേഴ്സിൻ്റെ സം അതിനെ സമേഷനാക്കി എഴുതി, പ്ലസ് പിന്നെ k പ്ലസ് ഒരു ടേമും കൂടി ബാക്കിയുണ്ട്, പ്ലസ് അത് ഏത് ടേമാണ് ബാക്കിയുള്ളത്, k പ്ലസ് 1th ടേം പ്ലസ് k പ്ലസ് 1 എന്ന് എഴുതി, ഈക്വൽ ടു എങ്ങനെ എഴുതാം, നമ്മൾ കേക്ക് ട്രൂ ആണ്, ഈ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് സമേഷനെ നമുക്ക് എങ്ങനെ എഴുതാം, k ഇൻറ്റു k പ്ലസ് 1 ബൈ 2, അത് അസ്യൂം ചെയ്തതുകൊണ്ട് ആ റിസൾട്ട് ഹോൾഡ് ചെയ്യും. k ഇൻറ്റു k പ്ലസ് 1 ബൈ 2 എന്ന് എഴുതാം, പ്ലസ് k പ്ലസ് 1. ഇതിൽ രണ്ടിലും k പ്ലസ് 1 കോമൺ ആണ്. ആ k പ്ലസ് 1നെ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എന്ത് വരും, k പ്ലസ് 1 ഇൻറ്റു ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ k ബൈ 2 ബാക്കി വരും, പ്ലസ് സെക്കൻഡ് ടേമിൽ 1 വരും. അപ്പോൾ LCM കണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും, k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് തന്നെയല്ലേ RHS,
ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിൻ്റെ RHS ഇത് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്താൽ പി ഓഫ് കെ പ്ലസ് വണ്ണും ട്രൂ ആണെന്ന് കിട്ടി. അതായത് ഇൻഡക്ഷൻ സ്റ്റെപ്പും എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ബേസിക് സ്റ്റെപ്പും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തു, ഇൻഡക്ഷൻ സ്റ്റെപ്പും സാറ്റിസ്ഫൈ ചെയ്തു. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? Therefore പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എവറി ഇൻറ്റീജർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. എൻ നോട്ടിന് ശേഷമുള്ള എല്ലാ ഇൻറ്റീജേഴ്സിനും ഇത് ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ നോട്ട് എടുത്തത് 1 ആണ്, അതുകൊണ്ട് ദിസ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 1ന് ശേഷമുള്ള എല്ലാ ഇൻറ്റീജേഴ്സിനും കറക്റ്റാണ്. 1ന് ശേഷമുള്ള എല്ലാ ഇൻറ്റീജേഴ്സിനും കറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനും അത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളത് പ്രൂവ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. കൺസ്ട്രക്ട് എ ഫോർമുല ഫോർ ദി സം ഓഫ് ഫസ്റ്റ് n odd positive integers and then use induction to establish the formula. അതായത് ഇതിൽ കൺജക്റ്റർ എന്നുള്ളൊരു ടേം പറയുന്നുണ്ട്. നിങ്ങളങ്ങനെ ഫിഗർ വരച്ചിട്ട് പറയണ്ട, ഇത് ജസ്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഫോർമുലയായിട്ട് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ആദ്യത്തെ n ഓഡ് ഇൻറ്റിജേഴ്സിൻ്റെ സം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ n ഓഡ് ഇൻറ്റിജേഴ്സിൻ്റെ സം, അതിന് എന്നിട്ടൊരു ഫോർമുല ഉണ്ടാക്കിയെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 1ൽ നിന്ന് തുടങ്ങും. അപ്പോൾ n-ന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക? ആദ്യത്തെ ഓഡ് ഇൻറ്റിജർ ഏതാ? 1 ആണ്. 1ന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, 1 ഈക്വൽ ടു 1 എന്ന് എഴുതാം. രണ്ടാമത് n-ന് 2 കൊടുക്കുക. n-ന് 2 കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ 2 ഓഡ് ഇൻറ്റിജേഴ്സ് ഏതാ? 1ഉം 3ഉം, അതിൻ്റെ സം 1 + 3. 1 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 4. ഇനി n-ന് 3 കൊടുക്കുക. ആദ്യത്തെ 3 ഓഡ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ 1 + 3 + 5 ഈക്വൽ ടു 9. ഇനി n-ന് 4 കൊടുത്താൽ എന്ത് വരും? 1 + 3 + 5 + 7 ഈക്വൽ ടു 16. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? റൈറ്റ് സൈഡ് കാണുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഫോർമുല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 1 4 9 16. അതായത് ഇതെല്ലാം ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ഓർഡറിൽ തന്നെയാണ്. അതായത് n-ന് 1 കൊടുത്തപ്പോൾ റൈറ്റ് സൈഡിൽ 1 വന്നു, n-ന് 2 കൊടുത്തപ്പോൾ റൈറ്റ് സൈഡിൽ 4 വന്നു, n-ന് 3 കൊടുത്തപ്പോൾ റൈറ്റ് സൈഡിൽ 9 വന്നു, അതായത് n-ന് 4 കൊടുത്തപ്പോൾ റൈറ്റ് സൈഡിൽ 16 വന്നു. ഓക്കെ, ഇനി നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ആ പാറ്റേൺ വരുന്നത്. അതായത് നമുക്ക് റൈറ്റ് സൈഡിനെ നമുക്ക് എന്ത് എഴുതാം? n² എന്ന് എഴുതാം. അതായത് ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ, n-ന് 1 കൊടുക്കുമ്പോൾ 1-നെ 1² എന്ന് എഴുതാം, n-ന് 2 കൊടുക്കുമ്പോൾ 4 എന്നാണ് ആൻസർ കിട്ടിയത്, ദാറ്റ് ഈസ് 2² എന്ന് എഴുതാം. n-ന് 3 കൊടുക്കുമ്പോൾ 9-നെ നമുക്ക് 3² എന്ന് എഴുതാം, n-ന് 4 കൊടുക്കുമ്പോൾ നമുക്ക് 16-നെ 4² എന്ന് എടുക്കാം. അപ്പോൾ നമുക്കൊരു ഫോർമുല കിട്ടിയില്ലേ? ഒരു ഫോർമുല കിട്ടി. ഇനി എങ്ങനെയാണ് നമ്മൾ ഫോർമുല എഴുതാൻ നോക്കാം. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഡ് ഇൻറ്റിജേഴ്സാണ്, അത് ശ്രദ്ധിക്കണം. ഓഡ് ഇൻറ്റിജേഴ്സിനെ നമ്മളെപ്പോഴും എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാം? നമ്മൾ വെറുതെ n എന്ന് എഴുതി കഴിഞ്ഞാൽ ഓഡ് ഇൻറ്റിജേഴ്സ് ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഈവൺ ഇൻറ്റിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് 2n എന്നുള്ള ടേം ഉപയോഗിക്കുക. 2n ഈവൺ ഇൻറ്റിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? 2n. അപ്പോൾ ഓഡ് ആക്കാൻ എന്താ ചെയ്യുക? ഒന്നുകിൽ 2n - 1 എന്ന് എഴുതണം, അല്ലെങ്കിൽ 2n + 1 എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ ഏതാണ് എഴുതേണ്ടി വരിക? n-ന് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ 2n + 1 എഴുതാൻ പറ്റില്ല. കാരണം n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 2n + 1 എന്ന് പറയുന്നത് 3 മുതലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് 2n + 1 കൊടുക്കാൻ പറ്റില്ല, 2n - 1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് വേണം ലെഫ്റ്റ് സൈഡ് എഴുതണമെങ്കിൽ. അപ്പോൾ എങ്ങനെ വരും? സിഗ്മ, ലെഫ്റ്റ് സൈഡിലെ സമേഷൻ ആയതുകൊണ്ട് സിഗ്മ, ആദ്യത്തെ n ഓഡ് ഇൻറ്റിജേഴ്സ് പറഞ്ഞതുകൊണ്ട് i വാരീസ് ഫ്രം 1 to n. അപ്പോൾ ഐക്കാണ് നമ്മൾ ഐൻ്റെ ടേമിലാണ് ടേം എഴുതുന്നത്. 2i - 1. 2i + 1 എഴുതാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു. 2i + 1 എഴുതി കഴിഞ്ഞാൽ 3 മുതലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ i വാരീസ് ഫ്രം 1 to എന്ന് കൊടുത്തത് കൊണ്ട് 1 to n കൊടുത്തത് കൊണ്ട് 2i - 1 എന്ന് എഴുതും. ഓക്കെ, 2i - 1, അതായത് ഓഡ് ഇൻറ്റിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് അങ്ങനെ എഴുതിയത്. സിഗ്മ i വാരീസ് ഫ്രം 1 to n. ഇപ്പോൾ ഈവൺ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതുമായിരുന്നു? 2i എന്ന് എഴുതുമായിരുന്നു. ഓക്കെ, ഓഡ് ആയതുകൊണ്ട് 2i - 1 ഈക്വൽ ടു റൈറ്റ് സൈഡ് n². അപ്പോൾ ഇതാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഫോർമുല. ഇനി ഈ കൺസ്ട്രക്ട് ചെയ്ത ഫോർമുല ശരിയാണ് എന്ന് നമ്മളോട് ഇൻഡക്ഷൻ പ്രകാരം പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പ്രൂവ് ചെയ്യും? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബേസിക് സ്റ്റെപ്പ്, അതായത് വി ഹാവ് ടു പ്രൂവ് ദിസ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ എ ഫിക്സഡ് ഇൻറ്റീജർ. ഒരു ഫിക്സഡ് ഇൻറ്റീജറിന് ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫിക്സഡ് ഇൻറ്റീജറിനെ നമുക്ക് എന്തെടുക്കാം? 1 എന്നെടുക്കാം. സപ്പോസ് n not equal to 1.
ഓക്കെ. എൻ നോട്ടിന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക? ലെഫ്റ്റ് സൈഡിൽ എൻ നോട്ടിന് 1 കൊടുക്കുമ്പോൾ ആദ്യത്തെ ഓഡ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഏതാ? 1 തന്നെയാണ്. ലെഫ്റ്റ് സൈഡ് 1 എന്ന് വരും. റൈറ്റ് സൈഡ് ഈക്വൽ ടു എൻ സ്ക്വയർ. എന്നിന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക? 1 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ദിസ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു 1. അപ്പോൾ ഫിക്സഡ് ഇൻറ്റിജർ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് 1 ട്രൂ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ആർബിട്രറി കേക്ക് ഇത് ട്രൂ ആണെങ്കിൽ k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം അസ്യൂം ചെയ്യാം. ഓക്കെ, ദിസ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ ആർബിട്രറി കേക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുമല്ലോ. എങ്ങനെ എഴുതാം? സിഗ്മ ഐ വാരീസ് ഫ്രം 1 to k to i-1 ഈക്വൽ ടു k² അസ്യൂം ചെയ്തു. ഇനി പ്രൂവ് ചെയ്യേണ്ടത് എന്താ? k+1 ട്രൂ ആണെന്ന് പറഞ്ഞാൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സിഗ്മ ഐ വാരീസ് ഫ്രം 1 to k+1 2i-1 ഈക്വൽ ടു k+1 സ്ക്വയർ, k+1 ഹോൾ സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? LHS ഈക്വൽ ടു സിഗ്മ ഐ വാരീസ് ഫ്രം 1 to k+1 2i-1 ഈക്വൽ ടു, ഇതിനെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം? സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? സിഗ്മ ഐ വാരീസ് ഫ്രം 1 to k 2i-1 പ്ലസ്, അതായത് kth ടേം വരെ, kth ഓഡ് ഇൻറ്റിജർ വരെ എഴുതി, പ്ലസ് k+1 ഓഡ് ഇൻറ്റിജർ. k+1 ഓഡ് ഇൻറ്റിജർ എന്താ വരിക? ഈ ഐക്ക് k+1 എന്നുള്ള വാല്യൂ കൊടുക്കണം. ഐക്ക് k+1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ എന്താ വരിക? 2 ഇൻറ്റു ഐക്ക് k+1 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു k+1 - 1. ഓക്കെ, അല്ലാതെ ഡയറക്റ്റായിട്ട് വെറുതെ k+1 എന്ന് എഴുതരുത്, തെറ്റാണ്. നമ്മൾ നേരത്തെ k+1 കൊടുത്തത് എന്തുകൊണ്ടാണ്? ഇൻറ്റിജർ ആയതുകൊണ്ട്, വെറും ഇൻറ്റിജർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് k+1. ഇവിടെ ഓഡ് ഇൻറ്റിജർ എന്ന് പറഞ്ഞതുകൊണ്ട് 2i-1 കേക്ക് പകരം k+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ k ടേംസിൻ്റെ സമ്മ്, ആദ്യത്തെ k ഓഡ് ഇൻറ്റിജേഴ്സിൻ്റെ സമ്മ് എഴുതി, പ്ലസ് നെക്സ്റ്റ് k+1 ടേം എന്ന് പറയുന്നത് 2 ഇൻറ്റു k+1 - 1 ഈക്വൽ ടു, ആദ്യത്തെ k ടേമിന് അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തതുകൊണ്ട് ഈ സമ്മിനെ നമുക്ക് എന്ത് എഴുതാം? k² എന്ന് എഴുതാം. ഫസ്റ്റ് സമ്മേഷനെ നമുക്ക് എന്ത് എഴുതാം? k². പ്ലസ് ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ വരിക? 2k + 2 - 1 2k + 2 - 1 ഈക്വൽ ടു k² + 2k + 2 - 1 എന്താ വരിക? 1. ഇനി k² + 2k + 1 എന്ന് പറഞ്ഞാൽ എന്താ? k+1 ഹോൾ സ്ക്വയർ ആണ്. അത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് കേക്ക് ട്രൂ ആണെങ്കിൽ k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇൻഡക്ഷൻ സ്റ്റെപ്പും കറക്റ്റായി. അപ്പോൾ നമുക്ക് ഈ ഫോർമുല, നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഫോർമുല എല്ലാ ഇൻറ്റിജേഴ്സിനും കറക്റ്റാണ്, എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനും കറക്റ്റാണ്, എല്ലാ പോസിറ്റീവ് ഓഡ് ഇൻറ്റിജേഴ്സിനും, ഓക്കെ, ഓഡ് ഇൻറ്റിജേഴ്സിന് കറക്റ്റാണെന്ന് നമുക്കത് പ്രൂവ് ചെയ്യാം. ഇനി നെക്സ്റ്റ്, ഈ ഒരു എക്സാമ്പിളിന് പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് പ്രൂവ് ചെയ്ത അതേ റിസൾട്ട് തന്നെയാണ്. കുറച്ച് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് എന്താ? ഓഡ് ഇൻറ്റിജേഴ്സിന് സമ്മിന് നമ്മൾ ഈ ഒരു ഫോർമുലയാണ് ക്രിയേറ്റ് ചെയ്തത്, അതായത് കൺസ്ട്രക്ട് ചെയ്തത്. സിഗ്മ ഐ വാരീസ് ഫ്രം 1 to n 2i-1 ഈക്വൽ ടു n² എന്നാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഫോർമുല. ഇനി പറയുന്ന എക്സാമ്പിൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇതാണ് എക്സാമ്പിൾ. കൺസിഡർ എൻ എക്സാമ്പിൾ 1 + 3 + 5 + etc. to n-1 ഈക്വൽ ടു n-2 ഹോൾ സ്ക്വയർ. അതായത് നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, പക്ഷേ റൈറ്റ് സൈഡ് n² പകരം അവർ n-2 ഹോൾ സ്ക്വയർ എന്ന് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുമോ എന്നാണ് നോക്കേണ്ടത്. ഇതിൽ എന്നിന് 1 കൊടുത്ത് നോക്കൂ. അപ്പോൾ എന്താ വരിക? എന്നിന് 1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ശരിയാണ് അല്ലേ? ലെഫ്റ്റ് സൈഡ് എന്താ വരിക? 1ന് 1, ആദ്യത്തെ ഓഡ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ 1 ആണ്. റൈറ്റ് സൈഡിൽ 1 കൊടുക്കുമ്പോൾ എന്താ വരിക? എന്നിന് 1 കൊടുക്കുമ്പോൾ 1 - 2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് -1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 1. അപ്പോൾ LHSും RHSും ഈക്വൽ ആവുന്നുണ്ട്. ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഫിക്സഡ് ഇൻറ്റിജറിന് കറക്റ്റാണ്. ഫിക്സഡ് ഇൻറ്റിജറിന് കറക്റ്റായി. ഓക്കെ, റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇൻഡക്ഷൻ സ്റ്റെപ്പ് ഹോൾഡ് ചെയ്യില്ല. കാരണം ഏതെങ്കിലും ഒരു കേക്ക് ട്രൂ ആണെങ്കിൽ ആ k+1 വാല്യൂവിന് ഇത് ട്രൂ ആവണമെന്ന് നിർബന്ധമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്, 2, ജസ്റ്റ് 2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക, എന്നിന് 2. അപ്പോൾ ആദ്യത്തെ 2 ഓഡ് ഇൻറ്റിജേഴ്സിൻ്റെ സം എന്താ വരിക? ലെഫ്റ്റ് സൈഡിൽ എന്താ വരിക? 1 + 3. 1 + 3 എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. പക്ഷേ റൈറ്റ് സൈഡിൽ എന്നിന് 2 കൊടുക്കുമ്പോൾ എന്താ വരിക? 2 - 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 4 = 0 എന്ന് പറഞ്ഞാൽ കറക്റ്റാണോ?
അപ്പോൾ ഒരു 2 അത് കറക്റ്റ് ആവണില്ല. ആർബിട്രറി കെയ്ക്ക് അത് ട്രൂ ആവണില്ല. ആർബിട്രറി കെയ്ക്ക് ട്രൂ ആയാലേ k+1 ട്രൂ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ആർബിട്രറി കെയ്ക്ക് ട്രൂ ആവുന്നില്ല. അപ്പോൾ ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബേസിസ് സ്റ്റെപ്പിലും ഇൻഡക്ഷൻ സ്റ്റെപ്പിലും ഏതെങ്കിലും ഒന്ന് ഫെയിലായാൽ നമുക്ക് ഈ തിയറം ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസിസ് സ്റ്റെപ്പ് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, ഇൻഡക്ഷൻ സ്റ്റെപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് ട്രൂ ഫോർ എവരി ഓഡ് ഇൻറ്റിജർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ഇതേ സെയിം റിസൾട്ട് തന്നെ 1 + 3 + 5 + etc. 2n-1 = n² + 1 ഇങ്ങനെ എഴുതി. ഓക്കെ, n-ന് 1 കൊടുത്താൽ എന്താ സംഭവിക്കുക? ലെഫ്റ്റ് സൈഡിൽ n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 = റൈറ്റ് സൈഡിൽ n-ന് 1 കൊടുത്താൽ എന്ത് വരും? 1² + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1² + 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 = 2. ശരിയാണോ? അല്ല. അപ്പോൾ ബേസിസ് സ്റ്റെപ്പ് തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇൻഡക്ഷൻ സ്റ്റെപ്പ് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കി നോക്കാം. ഏതെങ്കിലും ഒരു ആർബിട്രറി കെയ്ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ k+1 ട്രൂ ആണോ എന്ന് നോക്കി നോക്കാം. സിഗ്മ i വാരീസ് ഫ്രം 1 to k 2i-1 = കെയ്ക്ക് ട്രൂ ആണെങ്കിൽ ഈ റൈറ്റ് സൈഡ് കെയ്ക്ക് ട്രൂ ആണെങ്കിൽ എന്താ എഴുതാം? k² + 1 എന്ന് എഴുതാം. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് k+1 ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താ വരിക? സിഗ്മ i വാരീസ് ഫ്രം 1 to k+1 2i-1 = സോറി കേട്ടോ, അവിടെ k² + 1 എന്നല്ല വേണ്ടത്, k+1 ഹോൾ² + 1 എന്നാണ് വേണ്ടത് കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്ത് വായിക്കണേ. ഈ ലൈനിൽ ഈ ലാസ്റ്റ് പേജിൽ ഏറ്റവും മുകളിലത്തെ വരി, വി ഹാവ് ടു പ്രൂവ് ഫോർ n = k+1 = സിഗ്മ i വാരീസ് ഫ്രം 1 to k+1 2i-1 എന്ത് വായിക്കണം? k² + 1 അല്ല, k+1 ഹോൾ² + 1 ആണ്. ഓക്കെ, k+1 ഹോൾ² + 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ റിസൾട്ടാണ്. അതൊന്ന് കറക്റ്റ് ചെയ്യണം. k+1 ഹോൾ² ആണ് +1. അപ്പോൾ LHS എന്താ വരിക? സിഗ്മ i വാരീസ് ഫ്രം 1 to k+1 2i-1. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആദ്യം k ടേംസിൻ്റെ സമ്മും പിന്നെ k+1 ടേമും എഴുതാം. അപ്പോൾ എന്താ വരിക? സിഗ്മ i വാരീസ് ഫ്രം 1 to k 2i-1 + 2 × k+1 - 1. അപ്പോൾ എന്ത് വരും? കെയ്ക്ക് ട്രൂ ആയതുകൊണ്ട് ഫസ്റ്റ് സമ്മേഷൻ എന്താ വരിക? k² + 1 പ്ലസ്, ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2k + 2 - 1 = k² + 2k + 1 + 1. ഓക്കെ, 2 - 1 1 ആണ്, പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട്, 1 + 1. ആദ്യത്തെ 3 ടേംസിനെ ക്ലബ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു k+1 ഹോൾ² + 1. അത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട RHS. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെയ്ക്ക് ട്രൂ ആണെങ്കിൽ k+1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇവിടെ ബേസിക് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ റിസൾട്ട് ട്രൂ അല്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വിചാരിച്ച് ഈ റിസൾട്ട് ട്രൂ ആകില്ല. അതാണ് അവസാനത്തെ ഈ 2 എക്സാമ്പിളിൽ നിന്നും മനസ്സിലാവുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ഒരു റിസൾട്ട് നല്ലോണം ശ്രദ്ധിക്കാം. ഒരു ഫിക്സഡ് ഇൻറ്റിജറിന് ശേഷമുള്ള ഇൻറ്റിജേഴ്സാണ് എസ് എന്നുള്ളൊരു സെറ്റിലുണ്ടെങ്കിൽ n0 എന്നുള്ളത് എസ്സിലുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിലാണ് പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P of n0 is true അങ്ങനെ പറയാം. P of n0 is true എന്ന് പറയാം. രണ്ടാമത്തെ കണ്ടീഷനെ നമുക്ക് എങ്ങനെ പറയാം? P of k is true for arbitrary integer k greater than or equal to n0, then P of k+1 is also true. അങ്ങനെയാണെങ്കിൽ P of n is true for every integer greater than or equal to n0. ഓക്കെ, അപ്പോൾ 1.5 തന്നെയാണ് 1.6. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റിലൊന്നൊരു വ്യത്യാസമുണ്ട്. P of 1.5 പറയുന്നത് നമ്മളൊരു എലമെൻറ്റ് എസ്സിലെ എലമെൻ്റ് ആണെന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് P of n ട്രൂ ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ.